കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിലെ 13 വയസ്സുള്ള നഫീസത്തുൽ മിസ്രിയ എന്നൊരു പൊന്നുമോള് ഇന്നലെ വൈകിട്ട് ഒരു മഗ്‌രിബിൻ്റെ നേരത്ത് വീട്ടിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു എന്നൊരു വാർത്ത. ഏറ്റവും അധികം കാലം അല്ലെങ്കിൽ ഏറ്റവും അധികം അറഫ പ്രസംഗം നടത്തിയ ഹജ്ജിനൊക്കെ നടത്തുന്ന പ്രഭാഷണമാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫയാണ്. ആ അറഫയിൽ ഏറ്റവും അധികം പ്രഭാഷണം നടത്തിയിരുന്ന ഒരു ഗ്രാൻഡ് മുഫ്തി, സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ല അൽ ഷെയ്ഖ് എന്നു പേരുള്ള 82 വയസ്സുള്ള അന്ധനായ വളരെ വലിയൊരു മുഫ്തി, ഒരു മതപണ്ഡിതൻ വഫാത്തായി എന്നൊരു വാർത്ത. വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തറ് പൂശിത്തന്നിടണം. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താർ. ഇന്ന് 2 കാര്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. ഒന്ന്, കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിലെ 13 വയസ്സുള്ള നഫീസത്തുൽ മിസ്രിയ എന്നൊരു പൊന്നുമോള് ഇന്നലെ വൈകിട്ട് ഒരു മഗ്‌രിബിൻ്റെ നേരത്ത് വീട്ടിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു എന്നൊരു വാർത്ത. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? എന്താണ് നമ്മൾ ഇങ്ങനെ പെട്ടെന്നുള്ള ഈ കുഴഞ്ഞു വീഴുന്ന മരണത്തിന് എന്താണ് കാരണം? അള്ളാഹു ആലം. ഞാൻ ഈ വാർത്ത കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായി. കാരണം എൻ്റെ മോള് അതേ പ്രായമാണ് ഈ ഒരു പെൺകുട്ടിക്കും. അഷറഫിൻ്റെയും സാബിറയുടെയും മോളാണ് ഈ നഫീസത്തുൽ മിസ്രിയ. അപ്പം ഇന്നലെ ഒരു മഗ്‌രിബിൻ്റെ ഒരു 7 മണി സമയത്താണ് ഈ കുട്ടി കുഴഞ്ഞു വീണത്. ഇതിന് മുൻപ് ഒരാഴ്ച ആയിട്ടില്ല ഇതുപോലെ സ്കൂളിൽ നിന്നൊരു കുട്ടി ഇതുപോലെ കുഴഞ്ഞു വീണിട്ട് മരണപ്പെട്ടൊരു വാർത്തയും നമ്മളിതുപോലെ പങ്കുവച്ചിരുന്നു. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു പൊന്നുമോൾക്ക് വേണ്ടി ദുആ ചെയ്യുക. മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് ആളുകൾ ഈ വിവരം ഷെയർ ചെയ്ത് കാണുന്നുണ്ടായി. ഈ കുട്ടിയുടെ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാണുമ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആണ്. കാരണം ഈ കോവിഡാനന്തരം ഇതുപോലെയുള്ള ഈ പെടുന്നനെയുള്ള മരണങ്ങളൊക്കെ സാധാരണമായിട്ട് മാറുകയാണ്. എല്ലാവരും, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, നല്ല ആരോഗ്യമുള്ള ആളുകൾ, ജിമ്മിന് പോകുന്ന ആളുകൾ, ഇവർക്കൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട് പെട്ടെന്നുള്ള ഈ മരണങ്ങൾ. ഒന്ന്, നമ്മുടെ ലൈഫിന് ഭയങ്കര ഒരു ജാഗ്രത വരുത്തേണ്ട സമയമാണ്. എപ്പോൾ ഏത് നിമിഷം എവിടെ വെച്ചിട്ടും നമുക്കൊക്കെ മരണം സംഭവിക്കുക എന്നുള്ളത്. ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ കുട്ടിയെക്കുറിച്ച്, ആ കുടുംബത്തെക്കുറിച്ചൊക്കെ പേഴ്സണലായിട്ട് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ മരണകാരണത്തെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. ഓരോ ദിവസങ്ങളും ഇതുപോലെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. എന്നാലും നമ്മൾ ദുആ ചെയ്യും, നമ്മൾ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. എന്തായാലും നമ്മുടെ ആയുസ് പടച്ച റബ്ബ് തീരുമാനിച്ചൊരു സമയമുണ്ട്, അതുവരെ നമ്മളൊക്കെ ജീവിക്കുള്ളൂ. അപ്പോൾ ആ ഒരു കുഞ്ഞിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ പങ്കുവെക്കണം. കൂട്ടത്തിൽ ഇതാ ഇന്ന് കേട്ടൊരു വാർത്ത. ഏറ്റവും അധികം കാലം അല്ലെങ്കിൽ ഏറ്റവും അധികം അറഫ പ്രസംഗം നടത്തിയ ഹജ്ജിനൊക്കെ നടത്തുന്ന പ്രഭാഷണമാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫയാണ്. ആ അറഫയിൽ ഏറ്റവും അധികം പ്രഭാഷണം നടത്തിയിരുന്ന ഒരു ഗ്രാൻഡ് മുഫ്തി, സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ല അൽ ഷെയ്ഖ് എന്നു പേരുള്ള 82 വയസ്സുള്ള അന്ധനായ വളരെ വലിയൊരു മുഫ്തി, ഒരു മതപണ്ഡിതൻ വഫാത്തായി എന്നൊരു വാർത്ത. 1943 നവംബർ 30 ഇദ്ദേഹത്തിൻ്റെ ജനനം. ചെറുപ്പത്തിലെ 8 വയസ്സിലെ പിതാവ് മരണപ്പെട്ടു. യതീമായിട്ടാണ് വളർന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് മതപഠനം നടത്തി. 20 വയസ്സാകുമ്പോഴാണ് കാഴ്ചശക്തി പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് അകക്കണ്ണിൻ്റെ വെളിച്ചത്തിലാണ് പഠനവും ഗവേഷണങ്ങളും മതവിധികളൊക്കെ ഉണ്ടായത്. ദീർഘകാലം സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിട്ട് അവിടുത്തെ സൗദി ഭരണകൂടം നിയമിച്ച വളരെ വലിയൊരു മതപണ്ഡിതനാണ്. ഇതിനു മുൻപ് മുനവ്വർ ശിഹാബ് തങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയ ഒരു ഫോട്ടോസും ചിത്രങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഷെയ്ഖിനെ അറിയുന്ന ആളുകൾ, അതായത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പണ്ഡിതനുണ്ട്, ഞാൻ മരണപ്പെടുമ്പോഴാണ് ഞാൻ അറിഞ്ഞത്, എനിക്കിങ്ങനെ ഒരു മതപണ്ഡിതനെ കുറിച്ച് ഒരു ധാരണയും എനിക്കില്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകളുണ്ടെങ്കിലും താഴെ പങ്കുവെക്കണം. കാരണം സൗദി അറേബ്യയിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന ഒരു മതപണ്ഡിതനാണ് ഇദ്ദേഹം. അപ്പോൾ ഈ ഒരു മരണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നൊരു അസ്ർ നമസ്കാരത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ ഖബറടക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മദീന പള്ളിയിലും മക്കത്തെ പള്ളിയിലും ഒക്കെ എല്ലാ പള്ളിയിലും വലിയ പ്രാർത്ഥന ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും പ്രാർത്ഥിക്കുക, അള്ളാഹു അദ്ദേഹത്തിന് ഉന്നതമായ സ്ഥാനം നൽകി, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചില പണ്ഡിതന്മാരെ നമ്മുടെ നാട്ടിലുള്ള മതപണ്ഡിതന്മാരെ നമുക്കറിയാം, എന്നാലും ചിലപ്പോൾ ഗ്രൂപ്പ് തിരിഞ്ഞിട്ട് നമ്മൾ അറിയാതെ പോകും.
വളരെ വലിയ മതപണ്ഡിതന്മാരെ നമ്മൾ അറിയാതെ പോകലുണ്ട്. ഞാൻ അങ്ങനെ അറിയാതെ പോകലുണ്ട്. എല്ലാവരെയും എനിക്കറിയാവുന്ന ഒരാളല്ല ഞാൻ. ഒരു പക്ഷേ മരണപ്പെടുമ്പോഴാണ് നമ്മൾ അറിയുക. അപ്പോൾ ഞാൻ അങ്ങനെ മരണപ്പെടുമ്പോഴാണ്, വഫാത്തിനാണ് ഈ സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി ഞാൻ അറിയുന്നത്. 1999 അവിടുത്തെ ഒരു ഗ്രാൻഡ് മുഫ്തിയായിട്ട് ഇദ്ദേഹം നിയമിതനാവുന്നത്. ഏറ്റവും അധികം കാലം നമിറ പള്ളിയിലെ ഇമാമായിരുന്നു. അത് അറഫ പ്രസംഗം നടത്തിയ, ഇതിന് വേറൊരു ഇത്രയും ദീർഘകാലം നടത്തിയ ഒരാൾ അവിടെ ഇല്ല. വ്യത്യസ്തരായ ആളുകൾ പിന്നെ നടത്തിയിരുന്നത്. അദ്ദേഹം അറഫ പ്രസംഗം നടത്തുന്ന കാലത്ത് ഹജ്ജ് ചെയ്ത അനുഭവമുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നവരുണ്ടോ? അദ്ദേഹം പ്രസംഗം നടത്തുന്ന പല ആൾക്കാരും ഇപ്പോൾ ആരാ അറഫ പ്രസംഗം നടത്തുന്ന, ആരാണ് മക്കത്തെ ഇമാമ, ആരാണ് മദീനത്തെ ഇമാമ, ഇതൊന്നും ശ്രദ്ധിക്കലില്ല. അവരങ്ങനെ പോകും, ഹജ്ജിന് പോകും. അതിൻ്റെ ആവശ്യമില്ല. ഓരോരുത്തരും അതൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ പങ്കുവെക്കാൻ മറക്കരുത്. കാരണം ഇന്നത്തെ ഒരു കാലം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ചിട്ട് താറടിക്കുന്ന ഒരു കാലമാണ്. നമ്മളെല്ലാവരോടും ഒരു സമഭാവന, എല്ലാവരെയും ആദരിക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. എനിക്കെന്നെ സങ്കടപ്പെടുത്തിയൊരു കാര്യം, ഇപ്പോൾ ഡോക്ടർ ബഹാവുദ്ദീൻ നദവി ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ കള്ള വൈസ് ചാൻസലറാണ്. അദ്ദേഹം ഡോക്ടറേറ്റ് കള്ളത്തരാണ്. ഡോക്ടർ കെ ടി ജലീലാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ഓരോരുത്തർ എനിക്കിഷ്ടമില്ലാത്ത ഗ്രൂപ്പുകാരെ എനിക്ക് എന്തും പറയാം, എനിക്കിഷ്ടമില്ലാത്ത പണ്ഡിതന്മാർ ആയിട്ട് പോലും കണക്കാക്കാത്തൊരു കാലം. ആ കാലത്തിനടക്കാണ് ഇതുപോലെ ആരെങ്കിലും നമ്മളിങ്ങനെ കാണുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മഗ്ഫിറത്ത് ചെയ്യാം. അവർ ഗ്രൂപ്പൊന്നും നോക്കണ്ട, ഏതാ പാർട്ടി നോക്കണ്ട, മുസ്ലിമാണോ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു പണ്ഡിതന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ ഒരു 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ മരണം ഇപ്പോഴും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണില്ല. കാരണം എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചതെന്നുള്ളതാണ്. ഇതിന് മുൻപ് സ്കൂളിൽ കുഴഞ്ഞു വീണ കുട്ടിക്കും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്കൂളിൽ നിന്ന് ആ കുട്ടി കുഴഞ്ഞു വീണു. ആ കുട്ടി പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയുമ്പോഴേക്ക് മരണപ്പെട്ടു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ നാടിനടുത്തൊരു കുട്ടി മരണപ്പെട്ടു. അത് പിന്നെ ഒരു സ്വയം മരണം ഏറ്റെടുത്തതാണ്. എന്താണ് കുട്ടികൾക്ക്, ഒന്നുകിൽ കുട്ടികൾ അങ്ങനെ മരിക്കുന്നത്, അതായത് ചെറിയ കാരണങ്ങൾ മതി. ഇപ്പോൾ ഫോണ് കിട്ടാത്തതിന്, അല്ലെങ്കിൽ ഉമ്മ ചീത്ത അറിഞ്ഞതിന്, മറ്റാളെന്തെങ്കിലും പറഞ്ഞതിന്, അതിനൊക്കെയാണ് കുട്ടികൾ ഇങ്ങനെ മരണം തിരഞ്ഞെടുക്കുന്നത്. ഇതിൻ്റെ നാടിനടുത്ത് നടന്നൊരു സംഭവമാണ്. പക്ഷേ പുറമേക്ക് കാരണങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ വിഷയം പറയണത് എന്താണ്, ഫോണ് ലോക്കിട്ട് വെച്ചു. ആ ലോക്കിട്ട് വെച്ചപ്പോൾ കുട്ടിക്കത് സഹിക്കാൻ പറ്റിയില്ല. ഫോൺ പെട്ടെന്ന് കണ്ട് പിടിച്ചു വാങ്ങുക, ഇതൊക്കെ വലിയ ഡേഞ്ചറായിട്ട് കാണുന്നതാണ്. കുട്ടികളൊരു മനസ്സ് വേറെ രീതിയിലാണ്. എപ്പോഴാണ് എങ്ങനെ റിയാക്ട് ചെയ്യാന്ന് അറിഞ്ഞുകൂടാ. അതിനിടക്കാണ് നമ്മൾ ഇതുപോലത്തെ ഒരു വാർത്ത കേൾക്കുന്നത്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാവരും ആ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം ആ ഒരു ഗ്രാൻഡ് മുഫ്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അദ്ദേഹത്തെ കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ പങ്കുവെക്കാൻ മറക്കരുത്. വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തറ് പൂശിത്തന്നിടണം. 6 കാൽ തേരിലേറി തോഴരുമൊത്തെഴുന്നള്ളേണം. ആരവമായി കലിമത്തിൻ മാധുര്യന്ന് മുഴങ്ങേണം. വെള്ളലിബാസിൻ പുടവണിഞ്ഞ് മണവാളൻ ചമയേണം. വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തറ് പൂശിത്തന്നിടണം.